എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജോൺ ലൂയിസ് മെമ്മറി സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓർമ്മശക്തിയെക്കുറിച്ചുള്ള ഒരു സ്പെഷ്യൽ സെഷനാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഓർമ്മശക്തിയെ, അതിൻ്റെ പവറിനെ ഒരു പുതിയ ലെവലിലേക്ക് കൊണ്ടുപോകാൻ റെഡിയായിക്കോളൂ. കാരണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകളെ തന്നെ മാറ്റിമറിച്ചേക്കാം. ശരിയല്ലേ? ഓർമ്മയെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഒരു വലിയ ഗിഫ്റ്റാണ്, ഒരു നിധി പോലെ. അതിനെ എങ്ങനെ സൂക്ഷിക്കാം, അതിൻ്റെ തിളക്കം എങ്ങനെ കൂട്ടാം, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ യാത്ര നമുക്ക് ഒരുമിച്ച് തുടങ്ങാം, അല്ലേ? അപ്പോൾ ഈ യാത്രയിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒരു ഗൈഡായി ഞാനുണ്ടാകും. നമ്മൾ പഠിക്കാൻ പോകുന്നത് മെമ്മറി ഗ്രാൻഡ് മാസ്റ്റർ ജോൺ ലൂയിസിന്റെ പാഠങ്ങളാണ്. ഇതൊരു വെറും ലിസ്റ്റ് മാത്രമല്ല കേട്ടോ, നമ്മുടെ മനസ്സിനെ ഷാർപ്പാക്കാനുള്ളൊരു കംപ്ലീറ്റ് ടൂൾ കിറ്റാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, നമ്മളൊരു വലിയ കെട്ടിടം പണിയാൻ പോവുകയാണെന്ന് വിചാരിക്കുക. ആ കെട്ടിടമാണ് നമ്മുടെ ശക്തമായ ഓർമ്മശക്തി. അതിൻ്റെ അടിത്തറയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഈ 4 കൽപ്പനകൾ. ഈ ബേസ് ശരിയായില്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അത് മണലിൽ വീട് പണിയുന്നത് പോലെയാകും. അതുകൊണ്ട് നമുക്ക് ഈ ഫൗണ്ടേഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർമ്മയുടെ ആ 4 തൂണുകൾ. ഒന്നാമത്തത്, ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് പഠിക്കുമ്പോഴും അതിൽ 100% ശ്രദ്ധ കൊടുക്കണം, അല്ലേ? ഒരു കയ്യിൽ ഫോണും വെച്ച് വായിച്ചാൽ എന്തെങ്കിലും തലയിൽ കയറുമോ? ഇല്ല. കാരണം ശ്രദ്ധയില്ലാത്ത മനസ്സ് ശരിക്കും ഒരു അരിപ്പ പോലെയാണ്. അതിലൂടെ വിവരങ്ങളൊക്കെ അങ്ങ് ചോർന്നു പോകും. ഇനി രണ്ടാമത്തത്, ആവർത്തിച്ച് പരിശീലിക്കുക. ഒരു കാര്യം ഒരു തവണ പഠിച്ചാൽ മാത്രം പോരാ. വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ ബ്രെയിനിൽ അങ്ങ് ഉറച്ച് ഒരു ലോങ് ടേം മെമ്മറിയെ മാറുന്നത്. മൂന്നാമത്തത്, കണക്ട് ചെയ്യുക. അതായത് പുതിയതായി പഠിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് ഒരു ചങ്ങല പോലെ കോർത്തുവെക്കുക. ഇനി നാലാമത്തത്, ഓർഗനൈസ് ചെയ്യുക. എല്ലാം കൂടി വാരി വലിച്ചു പഠിക്കാതെ പോയിന്റ്സായിട്ടും കാറ്റഗറികളായിട്ടും ഒക്കെ തരംതിരിച്ച് പഠിച്ചാൽ ഓർത്തെടുക്കാൻ എന്ത് എളുപ്പമായിരിക്കും. അത് ശരിക്കും നന്നായി ഉഴുതുമറിച്ചൊരു മണ്ണ് പോലെയാണ്. അവിടെ എന്ത് വിതച്ചാലും തഴച്ചു വളരും. ഇപ്പോൾ നമ്മൾ ബേസിക്സ് പഠിച്ചു. പക്ഷേ ഓർമ്മയെന്ന് പറയുന്നത് വെറുതെ കുറേ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന പരിപാടി മാത്രമല്ല. അതിൽ ക്രിയേറ്റിവിറ്റിക്കും ഭാവനയ്ക്കും വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അടുത്ത 2 കൽപ്പനകൾ നമ്മുടെ ഉള്ളിലെ ആ ഒരു ആർട്ടിസ്റ്റിനെ ഉണർത്താനുള്ളതാണ്. അഞ്ചാമത്തെ കൽപ്പന, വിഷ്വലൈസ് ചെയ്യുക. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ വെറും വാക്കുകളായി കാണരുത്, പകരം മനസ്സിൽ ഒരു സിനിമ പോലെ കാണണം. ഒന്നാലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ആ യുദ്ധരംഗം മനസ്സിൽ കാണുക. ആ കഥാപാത്രങ്ങളെ, അവരുടെ സംഭാഷണങ്ങളെ, ആ ശബ്ദങ്ങളെ, ചുറ്റുപാടുകളെ, അങ്ങനെ ആ ആശയങ്ങൾക്ക് നമ്മൾ ജീവൻ കൊടുക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പിന്നെ മാഞ്ഞു പോകില്ല. ഇനി നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവുകയാണ്. ഒരു കാര്യം ശരിക്കും ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ അത് നമ്മുടെ എല്ലാ സെൻസസും ഉപയോഗിച്ച് അനുഭവിക്കണം. കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശനം എല്ലാം. റെഡിയല്ലേ? നമുക്ക് ഒരുമിച്ച് ഇതൊന്ന് ചെയ്തു നോക്കാം. എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. നിങ്ങളുടെ കയ്യിലൊരു നാരങ്ങയുണ്ടെന്ന് സങ്കൽപ്പിക്കുക. അതിൻ്റെ തിളങ്ങുന്ന മഞ്ഞ നിറം കാണുന്നുണ്ടോ? ഇനി അതൊന്ന് തൊട്ടു നോക്കിക്കേ. ആ തണുപ്പും പരുക്കൻ തൊലിയും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇനി ആ നാരങ്ങ മുറിക്കുമ്പോൾ വരുന്ന ഫ്രഷ് മണം. ആഹാ! ഇനി അതിൽ നിന്ന് ഒരു തുള്ളി നാവിൽ വെച്ചാലോ? വായിൽ വെള്ളം ഊറുന്ന പുളിപ്പ്. ഇപ്പൊ കണ്ണു തുറന്നോളൂ. ആ നാരങ്ങയെക്കുറിച്ച് നിങ്ങളിനി മറക്കുമോ? ഇല്ല. ഇതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പവർ. നല്ല ഓർമ്മശക്തിക്ക് നല്ലൊരു മനസ്സും ശരീരവും വേണം. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അടുത്ത 3 കൽപ്പനകൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെക്കുറിച്ചാണ്, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചാണ്. നോക്കൂ, നമ്മുടെ മനസ്സിന് ചില കൂട്ടുകാരുണ്ട്, അതുപോലെ ചില ശത്രുക്കളുമുണ്ട്. നല്ല ഉറക്കം, ടെൻഷനില്ലാത്ത ശാന്തമായ മനസ്സ്, നല്ല ഭക്ഷണം, ഇതൊക്കെ നമ്മുടെ ഓർമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. നേരെമറിച്ച് ക്ഷീണം, സ്ട്രെസ്സ്, ടെൻഷൻ, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചൊഴിവാക്കേണ്ട പ്രധാന ശത്രുക്കൾ. അപ്പോൾ 7ാമത്തെ കൽപ്പന ഇതാണ്, നന്നായി ഉറങ്ങുക. കാരണം നമ്മൾ ഉറങ്ങുമ്പോഴാണ് പകല് പഠിച്ച കാര്യങ്ങളൊക്കെ തലച്ചോറിൽ കറക്റ്റായി സ്റ്റോർ ആവുന്നത്. 8ാമത്തത്, സ്ട്രെസ് മാനേജ് ചെയ്യുക. വേണമെങ്കിൽ യോഗയോ മെഡിറ്റേഷനോ ഒക്കെ ചെയ്യാം. ഒരു ശാന്തമായ മനസ്സ് ശരിക്കും ഒരു സ്പോഞ്ച് പോലെയാണ്. എന്ത് പറഞ്ഞാലും വേഗം പിടിച്ചെടുക്കും. ഇനി 9ാമത്തത്, നല്ല ഭക്ഷണം. നമ്മുടെ ബ്രെയിനിന് നല്ല ഇന്ധനം കൊടുക്കണം. ഒമേഗ 3 ഉള്ള മീനുകൾ, ബദാം, പഴങ്ങൾ, പച്ചക്കറികൾ, ഇതൊക്കെ ശീലമാക്കുക. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ, അല്ലേ? ശരി, ഇപ്പം നമ്മൾ അവസാനത്തെ കൽപ്പനയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷേ ഇതായിരിക്കും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന. കാരണം നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ ടെക്നിക്കുകളെയും വർക്ക് ചെയ്യിക്കുന്ന ഒരു മാസ്റ്റർ കീയാണിത്. ഓർമ്മിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ സംശയിക്കരുത്. വിശ്വാസം വിജയത്തിലേക്ക് നയിക്കുന്നു. ഒരു പോസിറ്റീവ് മാനസികാവസ്ഥ നിങ്ങളുടെ ഓർമ്മയുടെ ശക്തിയെ അൺലോക്ക് ചെയ്യുന്നു. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് സത്യമാണ്. എനിക്ക് ഓർമ്മശക്തിയില്ല എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നാൽ അതങ്ങനെ തന്നെയാകും. പകരം എനിക്ക് ഓർക്കാൻ കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കൂ. നിങ്ങളുടെ ബ്രെയിൻ ആ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. ആ വിശ്വാസമാണ് എല്ലാറ്റിൻ്റെയും തുടക്കം. ഓക്കെ,
ഇത്രയും നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ അതൊക്കെ ഓർമ്മയുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്താലോ? ഒരു ചെറിയ റാപ്പിഡ് ഫയർ റൗണ്ട് റെഡിയല്ലേ? ആദ്യത്തെ ചോദ്യം, ദീർഘകാല ഓർമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോൽ ഏതാണ്? അതെ, ആവർത്തനം. കറക്റ്റ്. ഗംഭീരം. അടുത്ത ചോദ്യം, നമ്മുടെ ഓർമ്മയുടെ പ്രധാനപ്പെട്ട 2 ശത്രുക്കൾ ഏതൊക്കെയാണ്? യെസ്, മാനസിക പിരിമുറുക്കവും ഉത്കണ്ഠയും. കൊള്ളാം, എല്ലാവരും നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഈ ടെക്നിക്കുകൾ നമുക്ക് പറഞ്ഞുതന്ന മെമ്മറി ഗ്രാൻഡ് മാസ്റ്റർ ജോൺ ലൂയിസിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഒരു വലിയ നന്ദി പറയാം. ഇനി ചോദ്യം നിങ്ങളോടാണ്. ഈ 10 കൽപ്പനകളിൽ ഏതാണ് നിങ്ങൾ ഇന്നു മുതൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്? ഓർക്കുക, ഒരു ചെറിയ തുടക്കം മതി വലിയ മാറ്റങ്ങളുണ്ടാക്കാൻ. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ജോൺ ലൂയിസ് മെമ്മറി സ്കൂളിന്റെ അടുത്ത എപ്പിസോഡിൽ ഇതിലും മികച്ച ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നന്ദി.